Hi all, welcome to another episode of Shrudi's Learning Square. Shrudi's Learning Square-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആന്റോണിംസിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കാം. നമ്മൾ ഇന്ന് അറൗണ്ട് 25 ആന്റോണിംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും മീനിങ്സ് പറയും, അതിൻ്റെ ഒപ്പം തന്നെ അത് ഓർക്കാനുള്ള ചെറിയ ചെറിയ കോഡ്സും പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്കിനകത്ത് ഈ 25 ആന്റോണിംസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 25 ആന്റോണിംസും എഴുതിയെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കോഡ്സ് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആന്റോണിമിലേക്ക് കയറാം. ഫസ്റ്റ് ആന്റോണിമസ് ക്വസൻറ്റ്. ക്വസൻറ്റിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിം എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവാണ്. എന്താണ് ക്വസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വൈറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ക്വൈറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മീനിങ്ങിനെയാണ് നമ്മൾ ക്വസൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആന്റോണിം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആവുക കേട്ടോ. അപ്പോൾ ആക്റ്റീവാണ് ക്വസൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ആ വേർഡിനകത്ത് തന്നെയുണ്ട് ക്വസൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ ക്വൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആക്റ്റീവായിട്ട് എടുക്കാം, വേണമെങ്കിൽ അങ്ങനെ ലിങ്ക് ചെയ്യാം. ആ വേർഡ് ഫുൾ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്വസൻറ്റിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. ക്വസൻറ്റിന് നമുക്ക് ക്യൂവിൽ സെൻറ്റ് അടിച്ച് നിൽക്കുന്ന ഒരാൾ, അതായത് ഒരു ക്യൂ ഉണ്ട്, അതിനകത്ത് ക്വസൻറ്റ് കേട്ടോ. ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ പറയുന്നതാണ്. ക്വസൻറ്റ് എന്ന് പറയുമ്പോൾ ക്യൂവിൽ സെൻറ്റ് അടിച്ചിട്ട് ഒരാൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അയാൾ ക്യൂവിൽ നിൽക്കുകയാണ്, അപ്പോൾ അയാൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റുമോ? ഇല്ല. അതാണ് ക്വസൻറ്റ് ആക്റ്റീവ് അല്ല. അപ്പോൾ അങ്ങനെയും കൂടെ പഠിക്കണം. കാരണം അല്ലെങ്കിൽ ആന്റോണിം സിനോണിം എന്നുള്ളത് നമുക്ക് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ക്വസൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആന്റോണിം എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് കേട്ടോ. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? ഒന്നല്ലെങ്കിൽ ക്വൈറ്റ് ആണെന്നുള്ളത് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ക്വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആക്റ്റീവ്, അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്വസൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യൂവിൽ സെൻറ്റ് അടിച്ച് ഒരാൾ നിൽക്കുന്നുണ്ട്, അപ്പോൾ അയാൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റില്ല. അതാണ് ആന്റോണിം. കാരണം അയാൾ ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ റിലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വേർഡ് നോക്കാം. കമ്പൽസറി. കമ്പൽസറിയുടെ ആന്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണത്? വോളണ്ടറി. ഞാൻ എടുത്ത് പറയാൻ കാര്യം ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പൽസറിയുടെ ആന്റോണിം എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. അപ്പോൾ കമ്പൽസറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് കമ്പൽ ചെയ്യുക, കമ്പൽസറി, അതായത് നിർബന്ധമായിട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വോളണ്ടറി, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ കമ്പൽസറിയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിം എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. നമുക്കറിയാം ഈ വോളണ്ടിയേഴ്സൊക്കെ ഇല്ലേ, അവരൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും ഓരോന്നിനൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കമ്പൽസറി, നിർബന്ധമായിട്ടും, ആ ഒരു മീനിങ് കേട്ടോ. അടുത്ത ആന്റോണിം നോക്കാം. ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക് ആണ്. അപ്പോൾ രണ്ട് വാക്കുകളുണ്ട് കേട്ടോ. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ പഠിക്കുക, കാരണം ഈ രണ്ടെണ്ണം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രാഗ്രൻസ്, സുഗന്ധം, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്മെല്ല്, അതിനൊക്കെയാണ് നമ്മൾ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അല്ലേ. ആന്റോണിം എന്ന് പറയുന്നത് സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക് ആണ് കേട്ടോ. സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക്. അപ്പോൾ രണ്ടെണ്ണവും PSC എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക് എന്ന് പറയുകയാണെങ്കിൽ നല്ല സ്മെല്ലല്ലാത്തത്, ദുർഗന്ധം, ആ ഒരു മീനിങ് ഒക്കെ കേട്ടോ. അതായത് അൺപ്ലസൻറ്റ് സ്മെൽ, അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക്. അപ്പോൾ ഫ്രാഗ്രൻസിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക് കേട്ടോ. ഇനി എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലല്ലേ, അതെവിടെ ഇല്ലാത്തത്? നമുക്കറിയാം. ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെഞ്ചിനെ ബെഞ്ചായിട്ട് എടുക്കാം കേട്ടോ, ബെഞ്ചും. അതേപോലെ തന്നെ സ്റ്റിങ്കിനെ നമുക്ക് സിങ്കായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ബെഞ്ചിലും അതേപോലെ തന്നെ സിങ്കിലും ഈ രണ്ട് സ്ഥലത്തും നല്ല അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണെന്ന് വിചാരിക്കുക. അതായത് നല്ലൊരു സ്മെല്ലല്ല, ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ സ്റ്റെഞ്ച് സ്റ്റിങ്ക്, ഫ്രാഗ്രൻസ് ഇല്ല, അതാണ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ കാര്യം. ക്ലിയർ ആണല്ലോ. അടുത്ത ആന്റോണിം നോക്കാം. ഒപ്പേക്ക്. ഒപ്പേക്കിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ്. അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് കടത്തി വിടാത്ത ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഒപ്പേക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആന്റോണിമായിട്ട് വരുന്നത് എന്താണ്? ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോടെ ഒരു മെറ്റീരിയൽ അതിനകത്തോടെ ലൈറ്റിനെ കടത്തി വിടും. അതിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക. അടുത്ത ആന്റോണിം നോക്കാം. ഈഗോയിസം. ഈഗോയിസിൻ്റെ ഓപ്പോസിറ്റ് ഓൾട്രൂയിസം ആണ്. എന്താണ് ഈഗോയിസത്തിൻ്റെ ആന്റോണിം എന്ന് പറയുന്നത്? ഓൾട്രൂയിസം. എന്താണ് ഈഗോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സ്വന്തം കാര്യം, ഈഗോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, സ്വന്തം കാര്യം അല്ലെങ്കിൽ സെൽഫിഷ്, ആ ഒരു മീനിങ് ഒക്കെയാണ് ഈഗോയിസത്തിന് വരുന്നത്.
അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓൾട്രൂയിസം. ഓൾട്രൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാരം, അതായത് ഇപ്പം സ്വന്തം കാര്യം നോക്കാണ്ട് പരോപകാരമൊക്കെ ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ ഈ ഓൾട്രൂയിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോയിസത്തിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്രൂയിസം. ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഈഗോയിസത്തിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓൾട്രൂയിസം അല്ലേ. അപ്പോൾ ഓൾട്രൂയിസത്തിനകത്തുള്ള ട്രൂ എടുക്കുകയാണെ, ഓൾട്രൂയിസത്തിനകത്ത് ട്രൂ, അതായത് ഈഗോ വന്നു കഴിഞ്ഞാൽ പറയുന്നത് മുഴുവനും ട്രൂ അല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ ഈഗോ വന്നു കഴിഞ്ഞാൽ പറയണതെല്ലാതും ട്രൂ അല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്പോസിറ്റും കൂടി നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ സിനോണിം ആണോ ആൻറ്റോണിം ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ ഈ ഓപ്ഷനിൽ സിനോണിമും ആൻറ്റോണിമും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ലിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോഡ്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതും കൂടെ ലിങ്ക് ചെയ്യുക, ഓപ്പോസിറ്റ് ആണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ആൻറ്റോണിം നോക്കാം. ഒബ്സ്ക്യൂർ. ഒബ്സ്ക്യൂറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫേമസ് ആണ് കേട്ടോ. ഒബ്സ്ക്യൂറിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഫേമസ് ആണ്. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് അല്ലാത്തത്, അതായത് അൺനോൺ ആയിട്ടിരിക്കുന്നതിനൊക്കെയാണ് നമ്മൾ, അൺനോൺ അറിയാത്തത്, അതിനൊക്കെയാണ് നമ്മൾ ഒബ്സ്ക്യൂർ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫേമസ്, അതായത് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു മീനിങ് ആണ് ഫേമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സ്ക്യൂറിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഫേമസ് ആണ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഒബ്സ്ക്യൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓസ്കർ ആലോചിക്കുക കേട്ടോ. ഓസ്കർ അവാർഡില്ലേ, ഓസ്കർ ആലോചിക്കുക. അപ്പോൾ ഓസ്കർ കിട്ടിയില്ലെങ്കിൽ അതാണ് ഓപ്പോസിറ്റ് കേട്ടോ. ആ ഓപ്പോസിറ്റും കൂടെ ലിങ്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഓസ്കർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫേമസ് ആവില്ല. അപ്പോൾ രണ്ട് സ്ഥലത്തും ഞാൻ ഈ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായാലും നിങ്ങൾ തെറ്റിക്കരുത്, ആൻറ്റോണിം ആണെന്നുള്ളത് മനസ്സിൽ നിന്ന് പോകരുത്. അപ്പോൾ ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്സ്ക്യൂറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫേമസ്. ഓസ്കർ കിട്ടിയില്ലെങ്കിൽ ഇൻറ്റു, അതാണ് ആൻറ്റോണിം, ഫേമസ് ആവില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒബ്സ്ക്യൂറിൻ്റെ മീനിങ് എന്താണ്? അൺനോൺ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫേമസ്. അടുത്ത ആൻറ്റോണിം നോക്കാം. എഫ്ലുവൻസ്. എഫ്ലുവൻസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പോവേർട്ടി ആണ്, അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് പോവേർട്ടി ആണ്. നമ്മൾ സിനോണിം പഠിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ വേർഡ് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. എഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൽത്തി ആണ്. നമ്മളെങ്ങനെ ലിങ്ക് ചെയ്തിരുന്നത്? എഫ്ലുവൻ്റ് ആയിട്ട്, അതായത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ നല്ല വെൽത്തി ആയിരിക്കും എന്ന് ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെ ഇവിടെ എടുത്താൽ മതി. അപ്പോൾ എഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തി എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പോവേർട്ടി. അപ്പോൾ രണ്ടും പഠിക്കുക, സിനോണിമും ഓർക്കുക, ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ സിനോണിമും ഓർക്കുക, അതേപോലെ തന്നെ ആൻറ്റോണിമും കൂടെ ലിങ്ക് ചെയ്യുക. അപ്പോൾ എഫ്ലുവൻസിൻ്റെ ആൻറ്റോണിം എന്താണ്? പോവേർട്ടി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്ത ആൻറ്റോണിം നോക്കാം. വെറ്ററൻ. വെറ്ററൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് നൊവൈസ് ആണ്. എന്താണ് വെറ്ററൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ്, യുദ്ധവിദഗ്ധൻ, ആ ഒരു മീനിങ് ഒക്കെയാണ്. എക്സ്പേർട്ട്, ആ ഒരു മീനിങ് ആണ് വെറ്ററൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം ആയിട്ട് പറയുന്നത് എന്താണ്? നൊവൈസ് ആണ്. എന്താണ് നൊവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നൊവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ടിങ്, അതായത് ബിഗിനറിനെയൊക്കെയാണ് നമ്മൾ നൊവൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വെറ്ററൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആൻറ്റോണിം എന്താണ്? നൊവൈസ് ആണ്. അപ്പോൾ അതെങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. വെറ്ററൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് നോവൈസ് ആണ്. അപ്പോൾ നോവൈസ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോ വൈസ് എന്ന് എടുക്കുക, അതായത് വയസ്സ് തോന്നില്ല, വയസ്സില്ല, ആ ഒരു മീനിങ് കേട്ടോ. വയസ്സ് തോന്നില്ല, ആ ഒരു മീനിങ് എടുക്കുക നോ വയസ്സിനകത്ത്. അപ്പോൾ വയസ്സ് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ടൊക്കെ ഒന്ന് ഓടിയാൽ മതി അല്ലേ, അങ്ങനെ ലിങ്ക് ചെയ്യാമല്ലോ. അപ്പോൾ വെറ്ററാനകത്തുള്ള റാൻ എടുക്കുക, അതായത് ഓടി, ആ ഒരു മീനിങ്ങിൽ. അപ്പോൾ നോ വയസ്സിൻ്റെ ഓപ്പോസിറ്റ്, അതായത് വയസ്സ് തോന്നാതിരിക്കാനാണ് ഞാൻ ആൻറ്റോണിയമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. തോന്നാതിരിക്കാൻ, അതാണ് ഓപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വയസ്സ് തോന്നാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓടിയാൽ മതി, അതാണ് റാൻ. ഇനി ഓടിക്കഴിയുമ്പോൾ നമ്മൾ നാച്ചുറലി വെറ്റാവും, നമ്മൾ സ്വെറ്റൊക്കെ ചെയ്തിട്ട് വെറ്റാവും, വേർക്കും, ആ ഒരു മീനിങ്ങിൽ വെറ്റ് എടുക്കുക. അപ്പോൾ വെറ്ററാൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് നോ വയസ്സാണ്. അടുത്ത ആൻറ്റോണിം നോക്കാം. ഒബ്ലിട്രേറ്റ്. ഒബ്ലിട്രേറ്റിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് ഫോർജ് ആണ് കേട്ടോ. ഒബ്ലിട്രേറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഫോർജ് ആണ്. എന്താണ് ഒബ്ലിട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക, ക്യാൻസൽ ചെയ്യുക, ഇതൊക്കെയാണ് ഒബ്ലിട്രേറ്റിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർജ് ആണ്. ഫോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം കൊള്ളുക കേട്ടോ, ആ ഒരു മീനിങ് ആണ് ഫോർജിൻ്റെ. അപ്പോൾ ഒബ്ലിട്രേറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഫോർജ് ആണ്. ഇനി നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഒബ്ലിട്രേറ്റിനകത്ത് ലിറ്ററേറ്റ് എടുക്കുക കേട്ടോ. ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഴുതാനും വായിക്കാനൊക്കെ അറിയാം, ആ ഒരു മീനിങ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ലിറ്ററേറ്റ് എടുക്കുക. ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ എഴുതാനും വായിക്കാനും, ആ ഒരു മീനിങ്. അതായത് എന്ത് സാധനം പഠിക്കുമ്പോഴും നമ്മൾ എഴുതിയും വായിച്ചൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കേട്ടോ, ആൻറ്റോണിം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളത് മറന്നുപോകും, അതാണ് ഫോർജ് എന്ന് പറയുന്നത്. ഫോർജിന് പകരം ഫോർഗെറ്റ് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാമല്ലോ. അതായത് ഒബ്ലിട്രേറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഫോർജ് ആണ്.
ഒബ്ലിറ്ററേറ്റിൻ്റെ മീനിങ് എന്താണ്? നശിപ്പിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അതായത് രൂപം കൊള്ളുക അല്ലെങ്കിൽ രൂപം നൽകുക. ഇതൊക്കെയാണ് ഫോർജിൻ്റെ മീനിങ്. അടുത്ത ആൻറ്റോണിം നോക്കാം, റെക്ലെസ്. റെക്ലെസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കെയർഫുൾ ആണ് കേട്ടോ. എന്താണ് റെക്ലെസിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത്? കെയർഫുൾ ആണ്. റെക്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ സാഹസികമായ പെട്ടെന്ന് ചെയ്യുന്ന ഇതിനൊക്കെയാണ് നമ്മൾ റെക്ലെസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻറ്റോണിം ആയിട്ട് പറയുന്നത് കെയർഫുൾ ആണ്. ശ്രദ്ധയോടെ ചെയ്യുക, അതിനൊക്കെയാണ് നമ്മൾ കെയർഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ലെസിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? കെയർഫുൾ ആണ്. ഇനി എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. റെക്ലെസ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ റെക്ക്, അത് നമുക്ക് റാക്കായിട്ട് എടുക്കാം കേട്ടോ. റാക്കില്ലേ വീട്ടിലൊക്കെ റാക്കുകൾ, അപ്പോൾ ആ റാക്കായിട്ട് എടുക്കാം. അപ്പോൾ റെക്ലെസ് എന്ന് പറയുമ്പോൾ റാക്ക് ലെസ്, അതായത് റാക്ക് ഇല്ല എന്നുള്ളൊരു മീനിങ് എടുക്കാം. അപ്പോൾ റാക്ക് ഇല്ലെങ്കിൽ നമ്മൾ കെയർഫുൾ ആവില്ല, അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. റെക്ലെസ് അതായത് റാക്ക് ലെസ് ആണ്, റാക്ക് ഇല്ലാത്ത ഒരവസ്ഥ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കെയർഫുൾ ആവില്ല. ആവില്ലയാണ് ആൻറ്റോണിയമായിട്ട് ലിങ്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടെങ്കിൽ റാക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ഇടും. അതാണ് ഞാൻ കെയർഫുൾ ആവില്ല എന്ന് പറഞ്ഞ കേട്ടോ. അതായത് റെക്ലെസിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് കെയർഫുൾ ആണ്. അടുത്ത വേർഡ് നോക്കാം, എബ്സ്റ്റെയിൻ. എബ്സ്റ്റെയിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് പേഴ്സിസ്റ്റൻ്റ് ആണ്. എബ്സ്റ്റെയിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് പേഴ്സിസ്റ്റൻ്റ് ആണ്. എബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് എബ്സ്റ്റെയിൻ്റെ. അതിൻ്റെ ആൻറ്റോണിയമായിട്ട് വരുന്നത് പേഴ്സിസ്റ്റൻ്റ് ആണ്. പേഴ്സിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആ ഒരു മീനിങ് ആണ് പേഴ്സിസ്റ്റൻ്റ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. പേഴ്സിസ്റ്റൻ്റ് പറയുമ്പോൾ നമ്മൾ പേഴ്സ് ആലോചിക്കുക കേട്ടോ. പേഴ്സിനകത്ത് സ്റ്റെയിൻ ഇല്ല കേട്ടോ. അപ്പോൾ എബ്സ്റ്റെയിനകത്തുള്ള സ്റ്റെയിൻ ഉണ്ടല്ലോ, ആ സ്റ്റെയിൻ എടുക്കുക, അതായത് കറ. അപ്പോൾ പേഴ്സിനകത്ത് സ്റ്റെയിൻ ഇല്ല എന്ന് കാണിക്കാനാണ് ഞാൻ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയാൻ കാര്യം. അപ്പോൾ അങ്ങനെ പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ സിനോണിമ എന്നുള്ളത് മാറിപ്പോവും. അപ്പോൾ പേഴ്സിസ്റ്റൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്സ്റ്റെയിൻ ആണ്, അതായത് സ്റ്റെയിൻ ഇല്ലാത്ത പേഴ്സ്, അങ്ങനെ വേണമെങ്കിലും ലിങ്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്സ്റ്റെയിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഴ്സിസ്റ്റൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അതും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പാൻഡ്. എക്സ്പാൻഡിൻ്റെ ആൻറ്റോണിം എന്താ? അതെല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് എക്സ്പാൻഡിൻ്റെ ആൻറ്റോണിം? കോൺട്രാക്ട് അല്ലേ. എക്സ്പാൻഡ് ചെയ്യുക, വികസിക്കുക. കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുക, ആ ഒരു മീനിങ് അല്ലേ. അപ്പോൾ എക്സ്പാൻഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കോൺട്രാക്റ്റ് ആണ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ടെഡിയസ്. ടെഡിയസിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് റിലാക്സ്ഡ് ആണ്. എന്താണ് ടെഡിയസിൻ്റെ ആൻറ്റോണിം? റിലാക്സ്ഡ്. എന്താണ് ടെഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ഷീണിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ടയേർഡ് ആവുക, ആ ഒരു മീനിങ് ആണ് ടെഡിയസിൻ്റെ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടയേർഡ് അല്ലാത്ത അവസ്ഥ, അതായത് റിലാക്സ്ഡ്. ക്ലിയർ ആണല്ലോ? എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ടെഡിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെഡി ബെയറിനെ ആലോചിക്കുക അല്ലേ. ടെഡി ബെയർ ഇല്ലെങ്കിൽ അതാണ് ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ ടെഡിയസ് എന്ന് പറയുമ്പോൾ ടെഡി ബെയർ ഇല്ലെങ്കിൽ റിലാക്സ്ഡ് ആവില്ല. ഓക്കെ. ടെഡിയസിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സ്ഡ്. ടെഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുക അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുക, ആ ഒരു മീനിങ് ആണ് ടെഡിയസിനുള്ളത്. അതേപോലെ തന്നെ PSCക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ആൻറ്റോണിം എന്ന് പറയുന്നത് സ്റ്റാർട്ടിൽഡ് ആണ്. സ്റ്റാർട്ടിലിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റിലാക്സ്ഡ് കേട്ടോ. അപ്പോൾ ടെഡിയസിൻ്റെ ഓപ്പോസിറ്റും റിലാക്സ്ഡ്, അതേപോലെ തന്നെ സ്റ്റാർട്ടിലിൻ്റെ ഓപ്പോസിറ്റും റിലാക്സ്ഡ് തന്നെയാണ്. ഇനി എന്താണ് സ്റ്റാർട്ടിൽ നോക്കാം. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് വിറച്ച ആ ഒരു മീനിങ് ആണ് സ്റ്റാർട്ടിലിൻ്റെ. അപ്പോൾ സ്റ്റാർട്ടിലിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താ? റിലാക്സ്ഡ് ആണ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. നമ്മൾ ഏതൊരു പുതിയ കാര്യം ചെയ്തു തുടങ്ങുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തീരെ റിലാക്സ്ഡ് ആയിരിക്കില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റിലാക്സ്ഡ് ആവില്ല. അത് തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റാർട്ടിൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് എടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റിലാക്സ്ഡ് ആവില്ലയാണ് ഓപ്പോസിറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ റിലാക്സ്ഡ് ആവില്ല. അപ്പോൾ സ്റ്റാർട്ടിൽഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിലാക്സ്ഡ്. അതേപോലെ തന്നെ ടെഡിയസിൻ്റെ ഓപ്പോസിറ്റും റിലാക്സ്ഡ് തന്നെയാണ് കേട്ടോ. അടുത്ത ആൻറ്റോണിം നോക്കാം, ഹെൽപ്പ്. ഹെൽപ്പിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഹിൻഡർ ആണ്. അതായത് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക, ഹിൻഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, ആ ഒരു മീനിങ് ഒക്കെയാണ് ഹിൻഡറിൻ്റെ വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഹെൽപ്പിൻ്റെ ആൻറ്റോണിയം ആണ് ഹിൻഡർ കേട്ടോ. തിരിഞ്ഞു പോരുത്, സിനോണിയം അല്ല, ആൻറ്റോണിയം ആണ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. എക്സാമിൻ്റെ സമയത്ത് ഹിൻഡ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ ആൻറ്റോണിയം ആയിട്ട് എടുത്തിരിക്കുന്നത്, അതായത് റോങ് ആണെന്ന് കേട്ടോ. അപ്പോൾ ഹെൽപ്പിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് എന്താണ്? ഹിൻഡർ ആണ്. അടുത്ത ആൻറ്റോണിയം നോക്കാം, അസംബിൾ. അസംബിളിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് ഡിസ്പേഴ്സ് ആണ്.
ഇതെല്ലാവർക്കും അറിയായിരിക്കും. അസംബിളിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഡിസ്പേഴ്സ് ആണ്. അസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിച്ചേരുക, ഒരു മീനിങ് നമുക്കറിയാം. അസംബ്ലിയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും അസംബിൾ ചെയ്യും, അതിനുശേഷം എന്ത് പറയും, ഡിസ്പേഴ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ അസംബിളിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പേഴ്സ് ആണ്. അപ്പോൾ അസംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക എന്നുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടുക, ആ ഒരു മീനിങ് ആണ് ഡിസ്പേഴ്സിൻ്റെ. അപ്പോൾ അസംബിളിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാണ് ഡിസ്പേഴ്സ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ഇൻവേഡ്. ഇൻവേഡിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഡിഫെൻഡ് ആണ്. ഇൻവേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ആക്രമിക്കുക. ഇതെല്ലാം നമ്മൾ ഈ സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് ടേംസുകളായിരിക്കും. ഇൻവേഡ് ചെയ്യുക, ആക്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഡിഫെൻഡ് ചെയ്യുക. ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കുക. ഇതൊക്കെയല്ലേ ഡിഫെൻഡിൻ്റെ മീനിങ്. അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും, ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻവേഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ആൻറ്റോണിം എന്ന് പറയുന്നത് പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഡിഫെൻഡ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ഡിപ്പാർട്ട്. ഡിപ്പാർട്ടിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എറൈവ് ആണ്. ഡിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ഈ ഫ്ലൈറ്റിനൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 വാക്കുകളാണ്. ഡിപ്പാർട്ട് ചെയ്തു, അതേപോലെ തന്നെ എറൈവ് ചെയ്തു, വന്നു, മറ്റത് പോയി, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഡിപ്പാർട്ടിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എറൈവ് ആണ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്പെയർ. ഡിസ്പെയറിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ്. എന്താണ് ഡിസ്പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരാശ. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ, അതായത് ഹോപ്പ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക, എന്താണ് ഡിസ്പെയറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഹോപ്പാണ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഡെസ്പെയർ എന്ന് പറയുമ്പോൾ ഡെസ് പഠിച്ചിട്ടുള്ള പെയറിനെ ആലോചിക്കാം കേട്ടോ. ഡെസ്പെയർ എന്ന് പറയുമ്പോൾ ഡെസ് പഠിച്ചിട്ടുള്ള പെയർ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഇത് വലിയ ഹോപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അതായത് ഡൈവേഴ്സ് ഒക്കെ ആവുമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാം. ഡെസ്പെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഹോപ്പ് ഇല്ല. അത് ആൻറ്റോണിമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് എന്ന് കാണിക്കാനാണ് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പെയറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഹോപ്പാണ്. ആൻറ്റോണിം നോക്കാം, ഗസ്റ്റ്. ഗസ്റ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഹോസ്റ്റ് ആണ്. നമുക്കറിയാം ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരല്ലേ. ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തുന്ന, അതായത് ആ വീട്ടുകാരെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ ആരാണ് ഹോസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഹോസ്റ്റിനുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഗസ്റ്റ് ആണ്. അടുത്ത ആൻറ്റോണിം ഗ്രീവ് ആണ്. ഗ്രീവിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് റിജോയ്സ് ആണ്. ഗ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറോ, അതായത് വിഷമമുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രീവിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്, റിജോയ്സ് ആണ്. റിജോയ്സിനകത്ത് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. റിജോയ്സ്, ജോയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം അല്ലേ. അപ്പോൾ സന്തോഷം അല്ലെങ്കിൽ റിജോയ്സിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീവ് ആണ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രേവ് ആലോചിക്കുക കേട്ടോ, ശ്മശാനം, ആ ഒരു മീനിങ്. അപ്പോൾ ഗ്രേവിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ജോയ് ഉണ്ടാവില്ല, അതാണ് റിജോയ്സ് ഉണ്ടാവില്ല കാണിക്കാനാണ് ഞാൻ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, റിജോയ്സ്. ആൻറ്റോണിം നോക്കാം, സെക്യുലൻറ്റ്. സെക്യുലൻറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നാണ് കേട്ടോ. എന്താണ് സെക്യുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീരുള്ള അല്ലെങ്കിൽ ജ്യൂസ് ഉള്ള, അതായത് നീരെന്ന് പറഞ്ഞാൽ കാലിലത്തെ നീരില്ല കേട്ടോ, നീരുള്ള, അതായത് വാട്ടർ കണ്ടന്റ് ഉള്ള ആ ഒരു മീനിങ് ആണ്. അപ്പം സെക്യുലൻ്റ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഉള്ള അല്ലെങ്കിൽ നീരുള്ള ആ ഒരു മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്, ഡ്രൈ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. സെക്യുലൻ്റ് എന്ന് പറയുമ്പോൾ നീരുള്ള ആ ഒരു മീനിങ്ങിൽ തന്നെ നമുക്ക് എടുക്കാം. വെള്ളമുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ സക്ക് ചെയ്യും അല്ലേ, ജ്യൂസൊക്കെ നമ്മൾ സക്ക് ചെയ്താണ് കുടിക്കാറ്. അപ്പോൾ ആ ഒരു സിനോണിം തന്നെ അതിനകത്ത് വരുന്നുണ്ട്, അതിൻ്റെ മീനിങ് തന്നെ അതിനകത്തുണ്ട് അല്ലേ. അപ്പോൾ സെക്യുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, വെള്ളമുള്ള അല്ലെങ്കിൽ ജ്യൂസ് ഉള്ള, നീരുള്ള ആ ഒരു മീനിങ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്തത്, അതായത് ഡ്രൈ ആണ്. ലാസ്റ്റ് ആൻറ്റോണിം നോക്കാം, വേറി. വേറിയുടെ ആൻറ്റോണിം എന്ന് പറയുന്നത് കെയർലെസ് ആണ് കേട്ടോ. വേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത, ആ ഒരു മീനിങ് ആണ്. അപ്പോൾ വേറിയുടെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, കെയർലെസ്. അതായത് ഇല്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ കെയർലെസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. വേറി എന്ന് പറയുമ്പോൾ വാരി ആലോചിക്കുക, മലയാളം വേർഡാണ് വാരുക കേട്ടോ. അപ്പോൾ വാരി എന്ന് ആലോചിക്കുക. അപ്പോൾ വാരുമ്പോൾ നമ്മളെപ്പോഴും കെയർലെസ് ആവാൻ പാടില്ല, കെയർലെസ് ആവരുത് കേട്ടോ. അതാണ് ഓപ്പോസിറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം വാരുമ്പോൾ കെയർലെസ് ആവരുത്. കാരണം എന്താ, എന്ത് സാധനങ്ങളും നമ്മൾ വാരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ വല്ല കുപ്പിച്ചിലോ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ വേരിയുടെ ഓപ്പോസിറ്റ് ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്, കെയർലെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ്, അതായത് ആൻറ്റോണിമിൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടോ. എല്ലാവർക്കും ബിഗ് താങ്ക്സ് ആണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ അത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യം കൂടെ ഒന്ന് കമൻറ്റിൽ കൊടുക്കുക. അപ്പോൾ എനിക്ക് അതനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.